ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈസിയാസ് യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ നിങ്ങളുടെ പങ്കാളിയോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് തുറന്ന് സംസാരിക്കാൻ പേടിയാണോ? നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തുറന്ന് സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ തുറന്ന് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ്, നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ട് വരുന്നു, എന്താണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് വിശദമായിട്ട് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾ, എന്നാൽ മാത്രമാണ് ഇതിൽ നിന്നും പുറത്ത് കിടക്കാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ പറയുന്നത്, ഇങ്ങനൊരു ബുദ്ധിമുട്ട് നമുക്കൊരു പങ്കാളിയെ തന്നെ, നമ്മുടെ സ്പൗസിനെ, ഹസ്ബൻഡിനെയോ നിങ്ങൾക്ക് വൈഫിനെയോ മനസ്സിൽ കാണാം. അവരോട് അവർ നമ്മളോട് ചെയ്യുന്ന ചില പ്രവർത്തികൾ, ചില സംസാരങ്ങൾ, ചില പ്രവൃത്തികൾ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, അത് തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉള്ള അവസ്ഥയെ പറയുന്ന പേരാണ് കോൺഫ്രണ്ടേഷൻ ഉള്ളൊരു ഭയം. ഫിയർ ഓഫ് കോൺഫ്രണ്ടേഷൻ എന്നാണ് പറയുന്നത്. അതായത് തുറന്ന് സംസാരിക്കാൻ, ആ പ്രോബ്ലത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് തുറന്ന് സംസാരിക്കാൻ നമ്മൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ആ അവസ്ഥ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന് പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് തുറന്ന് സംസാരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. കുറച്ച് കാരണങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം, നമ്മൾ എന്ത് പ്രോബ്ലം വരുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ കുടുംബത്തിലേക്കാണ് നോക്കുന്നത്. ആ പ്രോബ്ലം അനുഭവിക്കുന്ന വ്യക്തിയുടെ കുടുംബം, അവർ വളർന്നു വന്ന സാഹചര്യം എന്താണ് എന്നാണ് നമ്മൾ നോക്കുക. അപ്പൊ അവരുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അവരെ വളർത്തിയെടുത്ത ഒരു ചുറ്റുപാടുണ്ട്, അല്ലെ, വളർത്തിയെടുത്ത ഒരു രീതിയുണ്ട്. ആ രീതി കൊണ്ട് ചിലപ്പോ തുറന്ന് സംസാരിക്കലുകൾ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആള്, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തിൽ നിന്നൊരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, തുറന്ന് പറയാൻ പറ്റുന്നില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, നമ്മുടെ ഭർത്താവോ, നമ്മുടെ അമ്മയോ, നമ്മുടെ അച്ഛനോ, നമ്മുടെ സിബ്ലിങ്ങോ, ബ്രദറോ, സിസ്റ്ററോ, ആരും ആയിക്കോട്ടെ, അവരിൽ നിന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണല്ലേ. സോ ഇതിന്റെ ഒരു ഫസ്റ്റ് റീസൺ ഞാൻ പറയുന്നത്, അവർ വളർത്തിയെടുത്ത സിറ്റുവേഷനിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർക്ക് അഭിപ്രായങ്ങൾ പറയാൻ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ അടിച്ചമർത്തൽപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു അവബോധം നമ്മളിൽ ഉണ്ടാവണം. ഞാൻ ഈ കാരണങ്ങൾ പറഞ്ഞു തരുന്നത് ഇതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത്, അതുകൊണ്ട് ഞാൻ ഇനി പറയണ്ട, സിപ്പ് ചെയ്ത് മൗത്ത് വെച്ചേക്കൂ എന്നല്ല കേട്ടോ. ഈ കാര്യകാരണങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ പകുതിയിലേറെ നമ്മളുടെ പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള സഡൻ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ മനസ്സിലേക്ക് തരും. അതുകൊണ്ടാണ് കാരണങ്ങളെ പറ്റി ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാരണം, നിങ്ങൾ വളർന്ന സിറ്റുവേഷനിലോ നിങ്ങളുടെ വളർച്ചയിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ആരുമായിട്ടും, ഒരു ലവ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നില്ല, ആരും ആയിക്കോട്ടെ, പാരൻസോ, സിബ്ലിങ്സോ, കസിൻസോ, റിലേറ്റീവ്സോ, ഫ്രണ്ട്സോ, ടീച്ചേഴ്സോ, ആരെങ്കിലും ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് നിങ്ങളുമായി ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ഫിയർ ഓഫ് കോൺഫ്രണ്ടേഷൻ നോർമലി കാണാറുണ്ട്. ഇനി മൂന്നാമത്തെ റീസൺ, ചെറുപ്പത്തില് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ വഴക്ക് പറയുകയോ അടിക്കുകയോ നിങ്ങളെ കൺട്രോൾ ചെയ്യുകയോ ചെയ്തിട്ട് ഇനി മേലാൽ മിണ്ടിപ്പോകരുത് എന്നുള്ള ഒരു വാർണിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബുദ്ധിമുട്ടിനെ തുറന്ന് സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കില്ല. അപ്പോൾ വളർത്തിയെടുത്ത ചുറ്റുപാടിലുള്ള ഈ 3 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്നറിയാവോ? പരാജയപ്പെടുമോ ഞാൻ തുറന്ന് സംസാരിച്ചാൽ ജയിക്കില്ല, എനിക്ക് ഒരിക്കലും അവരുടെ മുമ്പിൽ ജയിച്ചു നിൽക്കാൻ പറ്റില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല, നമ്മൾ സ്വയം പരാജയപ്പെടുമെന്നുള്ള ഒരു അണ്ടർ എസ്റ്റിമേഷൻ നമ്മൾ നടത്തും. അതും ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യവും തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മൾ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും, മനസ്സിലായോ? അപ്പൊ അതൊരു റീസൺ ആണ്. അഞ്ചാമത്തെ റീസൺ എന്താണെന്നറിയാവോ? നമ്മൾ ഭയപ്പെടുകയാണ്. അതായത് തോറ്റു പോകുമോ ഞാൻ? നേരത്തെ
പറഞ്ഞ പോയിന്റ് അല്ല. ഇതിന് മുന്നേ തോറ്റു പോയിട്ടുള്ള എക്സ്പീരിയൻസുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് ജയിക്കാൻ പറ്റിയില്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, തോറ്റു പോകും എന്നുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൺഫ്രണ്ട് ചെയ്ത കാര്യം നമുക്ക് വിശദീകരിക്കാൻ പോലും കഴിയാതെ പാതി വെച്ച് നിന്ന് പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഈ ഓർമ്മകൾ വന്നിട്ട് പരാജയപ്പെടുമോ, തോറ്റു പോകുമോ ഞാനിത് പറഞ്ഞാൽ എന്നുള്ള ഒരു ഭയം നമ്മുടെ തലയിലേക്ക് വരാം. പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നും വരുമ്പോഴാണ് നമ്മൾ വീണ്ടും ഫിയർ ഓഫ് കൺഫ്രണ്ടേഷൻ നമ്മൾ അനുഭവിക്കുന്നത്. ഇനി ആറാമത്തത്, സാധാരണ മിക്ക ആളുകളിലും ഞാൻ കാണാറുള്ളൊരു പ്രോബ്ലമാണ് അവർക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയം. ആക്ച്വലി അവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണെന്നറിയോ, അവർക്ക് നമ്മളോട് അത്ര സ്നേഹവും അത്ര കരുതലും ഉണ്ടെങ്കിൽ നമ്മളെ അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുമല്ലോ. അവർക്ക് ശരിക്കും ആ ഒരു പ്യുവർ ആയിട്ടുള്ള സ്നേഹത്തിൽ എന്തോ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ആ സ്നേഹം കുറഞ്ഞു പോകാനായിട്ടല്ല നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്നത്, നമ്മൾ തുറന്ന് പറയുന്നത്. ആ സ്നേഹം കുറച്ചുകൂടെ കിട്ടാനും സ്നേഹം കുറച്ചുകൂടെ അങ്ങോട്ട് കൊടുക്കാനും ആ ബന്ധം നിലനിൽക്കാനും അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആക്കാനുമാണ് നമ്മൾ കൺഫ്രണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഭയമുള്ളവർക്കും തീർച്ചയായിട്ടും നമുക്ക് കൺഫ്രണ്ട് ചെയ്യാനായിട്ടൊരു ഭയം ഉണ്ടാവും. ഇനി ഏഴാമത്തെ റീസൺ എന്താണെന്നറിയാവോ, നമുക്ക് ഇതിനെല്ലാത്തിനും കൂടെ പറയാൻ പറ്റുന്ന ഒരു റീസൺ ആണ് കോൺഫിഡൻസ് ഇല്ല, ആത്മധൈര്യമില്ല, ആത്മവിശ്വാസമില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഞാൻ വിചാരിക്കുന്ന രീതിയിൽ വന്ന് വർക്കൗട്ട് ആകുമോ എന്ന് സ്വയം സംശയിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റുമോ, അവർക്കിത് മനസ്സിലാവുമോ, ഞാനിത് പറയണോ, ഞാനിത് പറഞ്ഞ പ്രശ്നമാവോ, ഞാനിത് പറഞ്ഞ പ്രശ്നമാവില്ലേ, എനിക്ക് ഗുണം ഉണ്ടാവോ, എനിക്ക് ഗുണം ഉണ്ടാവില്ലേ, നമുക്കൊരു ക്ലാരിറ്റി കിട്ടില്ല. വി വിൽ ബി കൺഫ്യൂസ്ഡ്. നമ്മൾ ഒത്തിരി ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നമ്മൾ ആ ഒരു പോയിന്റിൽ തന്നെ സ്റ്റക്കായി നിന്നിട്ട് നമുക്ക് ഒരിക്കലും ഇതിന് ഒരു ധൈര്യമായിട്ട് ആത്മധൈര്യത്തോടു കൂടെ നമുക്കിതൊരു കൺഫ്രണ്ടേഷൻ നടത്താൻ സാധിക്കാതെ വരുന്നതും അടുത്ത ഒരു റീസണാണ്. ഈ റീസണുകളെല്ലാം കൂടിയിട്ട് നമ്മളിൽ ഒരു ഉത്കണ്ഠ ഉണ്ടാക്കും. ആ ഉത്കണ്ഠയെ നമ്മൾ പറയുന്ന പേരാണ് കോൺഫ്ലിക്റ്റ് ആങ്സൈറ്റി. ഇതൊരു പ്രശ്നത്തിൽ വന്ന് ഭവിക്കുമോ, ഈ തുറന്നു പറച്ചിലൊരു പ്രോബ്ലം ഉണ്ടാക്കുമോ, ഒരു കയ്യാങ്കളിയിലേക്ക് പോകുമോ, ഒരു മാനസിക സംഘർഷത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഭയം നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്ത് വരുന്ന പോയിന്റിനെയാണ് കോൺഫ്ലിക്റ്റ് ആങ്സൈറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാരണങ്ങളെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ ഇതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സ്റ്റെപ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഉദ്ദേശം തുറന്ന് പറയുക, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് താങ്കളിൽ നിന്നും എന്ന് തുറന്ന് പറയുക എന്നുള്ളതാണല്ലോ നമ്മുടെ പോയിന്റ്. ഈ പോയിന്റ് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് റീകൺസിഡർ ചെയ്യുക. നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളുടെ അറിവ് കറക്റ്റ് ആണോ, നിങ്ങൾ പറയാൻ പോകുന്ന നിങ്ങളുടെ അനുഭവം കറക്റ്റ് അല്ലേ, നിങ്ങളുടെ ചിന്തകൾ കറക്റ്റ് അല്ലേ എന്ന് നിങ്ങളൊന്ന് റീകൺസിഡർ ചെയ്യാം. റീകൺസിഡർ ചെയ്യാനല്ല, ജസ്റ്റ് വൺ ടൈം റീകൺസിഡർ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുമ്പോൾ ഇതല്ല അവിടെ ഉദ്ദേശിച്ചത്, അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ള കൺഫ്യൂഷൻസും ക്ലാരിറ്റി ഇല്ലായ്മയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റീകൺസിഡർ ചെയ്യുക നിങ്ങൾ പറയുന്നതിന് മുൻപ്. ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ കോൺവെർസേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും നന്നായിട്ട് ബിൽഡ് ചെയ്യാനും കുറച്ചുകൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് നമുക്ക് കാര്യകാരണങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിന് ഫസ്റ്റ് പോയിന്റ് എന്താണെന്നറിയോ, എന്ത് പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഐഡന്റിഫൈ യുവർ പ്രോബ്ലം. നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, നിങ്ങൾക്ക് ആരോടാണ് പ്രോബ്ലം, നിങ്ങൾക്ക് ഏത് സമയത്താണ് പ്രോബ്ലം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്താണ് ആ വിഷയം നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആരോടാണ് ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്, എന്ത് കാര്യത്തിലാണ് ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്, ഇത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം മേളിൽ ഞാൻ പറഞ്ഞ ആ കാര്യകാരണങ്ങളും കൂടെ, ഇതിലേതാണ് എൻ്റെ പ്രോബ്ലം, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാത്തത്, എനിക്ക് കൺഫ്രണ്ട് ചെയ്യാനുള്ള എൻ്റെ ഫിയറിൻ്റെ റീസൺ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ശേഷം ഇതെൻ്റെ പ്രോബ്ലമാണ്, ഇന്ന വ്യക്തിയോട് ഇന്ന കാരണം ഇന്ന സമയത്ത് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഫിയർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കൺഫ്രണ്ട് ചെയ്യാൻ ഞാൻ ബുദ്ധിമുട്ടുന്നെന്ന് മനസ്സിലാക്കിയാൽ അതിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അംഗീകരിക്കുക. യെസ്, ദിസ് ഇസ് ദ പ്രോബ്ലം, ഐ അക്സെപ്റ്റ് ഇറ്റ്,
ഞാൻ അംഗീകരിക്കുന്നു. ഇതാണ് എൻ്റെ പ്രോബ്ലം എന്നുള്ളത് അംഗീകരിക്കുക. ഇത് സബ് കോൺഷ്യസ് മൈൻഡിനെ അവെയർ ആക്കുക എന്നുള്ളതാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ പോയാൽ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ പ്രോബ്ലംസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണം, പോസിറ്റീവ്സ്, നിങ്ങൾക്ക് എന്തെല്ലാം പോസിറ്റീവ്സ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഒന്നൊരു പേപ്പറിൽ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ. ഈ മൊബൈലിലായാലും മതി, ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഞാനിത് സംസാരിച്ചാൽ എനിക്കിത് മാറിക്കിട്ടും, എനിക്ക് ഈ ചിന്ത മാറും, എൻ്റെ ഈ മാനസിക സംഘർഷം മാറും, എൻ്റെ ഡെയിലി ലൈഫിലുള്ള ഇന്ന പ്രോബ്ലംസ് മാറും, എൻ്റെ ലൈഫ് ഇങ്ങനെ ബെറ്റർ ആവും, എൻ്റെ മക്കൾ ഇങ്ങനെ ബെറ്റർ ആവും, വാട്ട് എവർ ഇറ്റ് ഇസ്. ആ പോസിറ്റീവ്സ് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്രണ്ട് ചെയ്യാനുള്ള ഭയത്തേക്കാൾ കൂടുതലായിരിക്കും ഈ ഗുണങ്ങൾ, ഈ പോസിറ്റീവ്സ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഇത് കൺഫ്രണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. തീരുമാനിച്ച ഉടനെ നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ പോയിന്റാണ് റീകൺസിഡർ ചെയ്യുക. വീണ്ടും നേരത്തെ പറഞ്ഞ പോയിന്റാണ് റീകൺസിഡർ ചെയ്യുക. എന്താണോ നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ നിങ്ങൾ റീകൺസിഡർ ചെയ്യുക തന്നെ വേണം. ഒന്നും കൂടെ വിലയിരുത്തി മനസ്സിലാക്കി റെഡി ആയിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നാലാമത്തെ പോയിന്റ്, ചില തുറന്നു പറച്ചിലുകൾ പ്രോബ്ലം സോൾവ് ആക്കും എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. എല്ലാ തുറന്നു പറച്ചിലുകളും ഒരു പ്രോബ്ലത്തിലേക്ക് പോവില്ല, മനസ്സിലായോ? ചില തുറന്നു പറച്ചിലുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും ചില ആളുകൾ. എന്നെ ഒന്ന് അവൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കപ്പിൾ കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് തുറന്ന് പറഞ്ഞൂടെ, ഞാൻ കറക്റ്റ് ചെയ്യുമല്ലോ, എനിക്ക് അവളല്ലേ ലോകം, എനിക്ക് അവനല്ലേ ലോകം എന്ന് പറയുന്ന പല കപ്പിൾ കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ തുറന്നു പറച്ചിലുകളും പ്രോബ്ലത്തിലല്ല അവസാനിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക. ചില തുറന്നു പറച്ചിലുകൾ മറ്റേയാൾ ആഗ്രഹിക്കുന്നുണ്ടാകും എന്നുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുക. അഞ്ചാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, നിങ്ങൾ ആ പ്രോബ്ലം സംസാരിക്കുന്ന സമയത്ത് ഓവർവെൽംഡ് ആവാതിരിക്കുക. അതിൻ്റെ ഫീലിങ്സ് ഭയങ്കരമായി ഹൃദയത്തിൽ വിതുമ്പി തുളുമ്പി നിങ്ങൾ പറയാതിരിക്കുക. അപ്പോഴാണ് നമ്മൾ ഇമോഷണലായി സംസാരിക്കുക. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും പോയി നമ്മൾ സംസാരിക്കുക. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ദ പോയിന്റ്. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന ആ രീതി എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇത് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നറിയോ? നമ്മൾ കുറച്ച് ഇമോഷൻസ് കൂടുതലായിട്ട് കലർത്തിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം പറയാനും കഴിയില്ല, എന്നാൽ ഉദ്ദേശിക്കാതെ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞും പോയിട്ടുണ്ടാവും. ഇതൊക്കെയല്ലേ കോൺഫ്ലിക്റ്റിന് കാരണം? ഇതൊക്കെയല്ലേ പ്രോബ്ലംസ് ഉണ്ടാക്കുക തുറന്നു പറച്ചിലുകൾ? അതുകൊണ്ട് വെൽ പ്ലാൻഡ് ആയിട്ട്, വെൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ പോയിന്റ് ആണ് സ്റ്റേ കാം ആൻഡ് യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളൊരു കൺഫ്രണ്ടേഷൻ നടത്തുമ്പോൾ മറ്റേയാള് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതോടൊപ്പം അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഫീലിങ്സ്, അപ്പോൾ ഞാൻ അനുഭവിച്ചത്, അപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്, അപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ട്, ഇതാണ് നിങ്ങൾ പറയേണ്ടത്. കൺഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഐ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുക. എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, എനിക്കിങ്ങനെ തോന്നി, എനിക്കിങ്ങനെയാ വിഷമം ഉണ്ടായത്, എനിക്കിങ്ങനെയാ തോന്നിയത്, എനിക്കിങ്ങനെയാ പറയാൻ പറ്റിയത്, ഞാൻ ഇങ്ങനെയാ അനുഭവിച്ചത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്ന സമയത്ത്, തുറന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ഐ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത പോയിന്റാണ് വളരെ 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 പ്രധാനപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ഇനി സമയം ഒത്തുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യേണ്ട സമയത്ത്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രാക്ടീസ് ഇറ്റ്. ചെയ്തു നോക്കുക എന്നുള്ളതല്ലാതെ അതിന് മറ്റൊരു സൊല്യൂഷൻ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ തുറന്ന പറച്ചിലുകൾ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ ഒഴിവാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, തുറന്നു പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ബന്ധം ആരുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ ദൃഢമായി സന്തോഷമായി തുടരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, താങ്ക് യു സോ മച്ച്.